ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും അകത്തിരുന്നുള്ള വീഡിയോസാണല്ലോ കൂടുതലിടണേ. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്ത് പോകാനൊരു ചാൻസ് കിട്ടിയിട്ടോ. ഞാൻ മാഡത്തിൻ്റെ കൂടെ പുറത്ത് ബീച്ചിൽ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് നിങ്ങൾക്കെന്താ ഞാൻ പോകണം ബീച്ചൊക്കെ കാണിച്ചു തരാം, അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും മാഡത്തിൻ്റെ സിസ്റ്ററും കൂടെ ആട്ടോ പോകുന്നത്. മാഡത്തിൻ്റെ സിസ്റ്ററിനെ ഞങ്ങൾ ഷാർജയിൽ പോയി പിക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് വരുമായിരുന്നു. ഇത് ഹമറിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ബീച്ചാട്ടോ. ഷാർജ ഹമറിയ ബോർഡറിലുള്ളൊരു ബീച്ചാണ്. ഞങ്ങളുടെ വീട് അജ്മാനിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അജ്മാനിൽ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ആട്ടോ വീട്. ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് ബീച്ചിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അത് വളരെ ചെറിയൊരു ബീച്ചാണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആളുകളൊന്നും അങ്ങനെ വരാറില്ല, കുഞ്ഞു ബീച്ചായതുകൊണ്ട്. ഇത് പക്ഷേ വലിയൊരു ബീച്ചായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യണ സമയത്ത് ഞാൻ ഷാർജയിലുള്ള ബീച്ചിലൊക്കെ മാഡത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്, വലിയ ബീച്ചിലൊക്കെ. പക്ഷേ ഇത് വേറൊരു വൈബായിട്ടുള്ളൊരു ബീച്ചായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സാധാരണ ഇവിടെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ലോക്കൽസാണ് ഉണ്ടാവുക. അവർ വന്ന് ഇരുന്ന് വായിക്കുക, അല്ലെങ്കിൽ പിന്നെ ഫിഷിങ്ങിന് വരും, അല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കുക, അവിടെ ഇരുന്ന് അങ്ങനെ ചുമ്മാ ഇരുന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാട്ടോ. അതും കൂടുതൽ ലോക്കൽസ് കുറച്ച് ആളുകളേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ബീച്ചിൽ നിറയെ ആളുകളായിരുന്നു, അതും കൂടുതൽ ഫോറിനേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മാഡം പറഞ്ഞു ഇതിന് മുന്നേ കേത്തീനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ അങ്ങനെ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ 5 മണി മുതൽ 8 മണി വരെ മാമ നിസ്കരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ബീച്ചിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ കൂട്ടുട്ടോ മാഡത്തിന് അറിയാം എനിക്ക് ബീച്ചിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണുള്ളത്. ഞാൻ യൂഷ്വലി ബീച്ചിൽ വന്നാൽ വേറെ പരിപാടിയൊന്നുമില്ല, ഇവിടെ ഇരുന്ന് തിരയെണ്ണിരിക്കുക, പിന്നെ നല്ല നല്ല ഷെല്ലുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് പോവുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ്. പിന്നെ ഈ ബീച്ചിൽ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ബീച്ചിലേക്ക് എന്താ പറയുക തുറക്കുന്ന രീതിയിലുള്ളൊരു ഡോറ്. അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്താലൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. എനിക്ക് ഫോട്ടോ എടുത്ത് തരാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തില്ല. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഞാൻ പറഞ്ഞ ഡോർ ഇതാ ഇങ്ങനെ ബീച്ചിലോട്ട് തുറക്കുന്ന രീതിയിൽ നല്ല ഭംഗിയായിരുന്നുണ്ടാവും കാണാനായിട്ട്. ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല. അപ്പോൾ തൽക്കാലം നിങ്ങളെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. വലിയ ബീച്ചാട്ടോ, നിറച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള ചെറിയ ചെറിയ കോട്ടേജസൊക്കെ പോലെയുള്ള ഷാക്കുകളൊക്കെ ഉള്ള നല്ല രസമുള്ളൊരു ബീച്ചാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നമുക്ക് ഗോവേനൊക്കെ ഓർമ്മ വരും, അങ്ങനത്തെ ഉള്ള ബീച്ചായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മാഡത്തിൻ്റെ മകളും കുട്ടികളൊക്കെ വന്നിട്ടോ. ഇതാണ് നമ്മുടെ ലൂതി ഞാൻ വരുന്ന സമയത്ത് എന്നോട് അത്ര കമ്പനിയൊന്നും ആയിരുന്നില്ല. പിന്നെ ഇപ്പോൾ ലൂതി നല്ല കമ്പനിയാട്ടോ. ഇപ്പോൾ ലൂതിനായിട്ട് മണ്ണിലിരുന്ന് ABCD വരക്ക്. പിന്നെ ലൂതിയുടെ ഒരു ബ്രദറുണ്ട് നാസർ എന്ന് പറയുന്നത്, മൂത്ത കുട്ടിയാണ്. അപ്പോൾ നാസറും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ എന്താ പറയുക വരച്ചൊക്കെ അങ്ങനെ ABCD ഒക്കെ വരച്ച്. പിന്നെ ചെറിയ ചെറിയ ഞണ്ടുകളുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു വെള്ള ഞണ്ടുകൾ. അപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയതുകൊണ്ട് അതിനെ കൂടെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞണ്ടിനെ പിടിച്ച് ABCD വരച്ചൊക്കെ ഞങ്ങളങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ലൂതിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയായതുകൊണ്ട് അങ്ങനെ ലൂതിനായിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചുകൊണ്ടിരുന്നുട്ടാ. നല്ല രസമായിരുന്നു കളിക്കാനായിട്ടൊക്കെ. ലൂതി വർത്താനം പറയണത് കേൾക്കാനും നല്ല രസമാണ്. പിന്നെ എന്നോട് കുറേ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് കെയർ ഗിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എന്നോട് കൂടുതൽ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചോദിക്കാന്നുള്ള കേട്ടോ. പക്ഷേ എന്നോട് കൂടുതൽ ആളുകളും ചോദിക്കുന്നത് അറബി വീടുകളിൽ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചാണ്. കാരണം എന്നോട് പല പിള്ളേരും അറിയാവുന്നവരാണെങ്കിലും അറിയാത്ത ആളുകളൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്, ചേച്ചി വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അറബി വീട്ടിലോട്ട് വരുമ്പോൾ അറബികളെ ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് പേഷ്യൻ കെയറിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ നമ്മളെ വഴക്ക് പറയുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടി ഉണ്ട് കുറേ ആളുകൾക്ക് കേട്ടോ. അപ്പോൾ ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. നാട്ടിലേക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ 1 മാസത്തോളം ഇരുന്ന് വേണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, വരണോ വേണ്ടേന്ന്. അത് കൂടുതലും അറബി വീടുകളിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, നമുക്കിതിന് മുന്നേ പരിചയമില്ല. അപ്പോൾ അവർ നമ്മളെ എങ്ങനെയായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യണേ, അപ്പോൾ അങ്ങനെയുള്ള കുറേ പേടികളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു, അത് സ്വാഭാവികമാണ്. അപ്പോൾ എന്നോട് കുറേ പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നാട്ടോ ഞാൻ ശരിക്കും വിചാരിച്ചത്. കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അപ്പോഴാണ് ഇങ്ങനെ പുറത്ത് പോകാനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ വീടിനകത്തിരുന്ന് തന്നെയല്ലേ വീഡിയോസ് ചെയ്യണേ. അപ്പോൾ ഇന്നിങ്ങനെ പുറത്ത് പോകാനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഈ ഒരു ബീച്ചിൽ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു.
പിന്നെ കൂടുതൽ അങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വന്ന് ഇപ്പോൾ 2 വീടുകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ. ഈ 2 വീടുകളിലെ എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അപ്പോൾ ഞാനതിനു വേണ്ടി എന്താ പറയുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നത്, ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ സൺസെറ്റ് ആയപ്പോഴേക്കും വലിയൊരു അലാറം ഒക്കെ വന്നിട്ട് ബീച്ചിൽ കുളിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ തിരിച്ച് കയറുക കേട്ടോ ചെയ്യണേ. അപ്പോൾ സൺസെറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമ്പിളി മാമൻ ഉദിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് ഫുൾ മൂണാണ്. ഞാൻ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ ബീച്ചിൽ പോയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ മൂണിങ്ങനെ താഴെ വന്ന് നിൽക്കുമായിരുന്നു ഫുള്ളായിട്ട്. ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനും മാഡവും കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് കുറച്ച് നേരം പോയി. ഇവിടെ വെച്ചാൽ വാക്ക് വേ വേറെയും പിന്നെ സൈക്കിളിനുള്ള റെയിൽ വേറെ കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളും പിന്നെ ഭയങ്കര നീറ്റായിട്ടൊക്കെ ആയിരിക്കണേ. ഒരു സൈഡിൽ ചിൽഡ്രൻസ് പാർക്കും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെയുള്ള ആളുകളാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ മിക്ക ആളുകൾ ഈ ബീച്ചിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും കാണാത്ത ആളുകളൊക്കെ കണ്ടോട്ടെ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇട്ട വീഡിയോ ആണേ. ചുമ്മാ ഒരു രസം. ഇപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ എൻ്റെ വീഡിയോസിലും കൂടുതലും ഇതൊക്കെ തന്നെയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം, പേഷ്യൻ്റ് കെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം, എൻ്റെ പേഴ്സണൽ കെയർ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ബീച്ച് കാണേണ്ടി വരും. കാരണം ഞാൻ ആകെ പോകാറുള്ളത് ബീച്ചിലേക്കും പിന്നെ മാമാടെ കൂടെ പുറത്ത് കേട്ടോ. അപ്പോൾ അതിനിടക്ക് ബാങ്ക് കൊടുത്തു, ഞങ്ങൾ പള്ളിയിൽ കയറി നിസ്കരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസുകളായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് വീഡിയോയിൽ പറയാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി അറബി വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആഴ്ചയിൽ 2-3 സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏകദേശം രാത്രി ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴത്തേക്കും മാമ പ്രെയറെല്ലാം കഴിഞ്ഞിറങ്ങും. അത് ഞാൻ ചെന്നാലേ മാമ നിസ്കരിക്കുള്ളൂ, അല്ലെങ്കിൽ മാമ ഇങ്ങനെ ബാങ്കൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ കേൾക്കില്ല. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വന്നാലും ഞങ്ങളൊരു 8 മണിക്ക് മുന്നേ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന രീതിയിലാട്ടോ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങണേ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുന്ന സമയത്തൊക്കെ ഇതുപോലെ പുറത്തോട്ട് പോകുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ UAE വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോണ സമയത്തെ ഈ ബീച്ചൊക്കെ ഇനി കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാട്ടോ ഞാൻ വന്നത്. പക്ഷേ താങ്ക് ഗോഡ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ബീച്ചിലേക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് എൻ്റെ എനർജി ഭയങ്കര ഹൈ ആയിരിക്കും. ബീച്ചിലൊക്കെ വന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നല്ലൊരു വൈബായിരുന്നല്ലോ. അപ്പോൾ എപ്പോൾ ബീച്ചിൽ വന്നാലും ഞാൻ എനർജി ഭയങ്കര ഹൈ ആയിരിക്കും 2-3 ദിവസത്തേക്ക്. മാഡം അത് പറയാറുണ്ട് കേട്ടോ. മാഡം പറയും തസ്നി ഒരു 2 hours ഇങ്ങനെ ഫുള്ള് വെള്ളത്തിൽ തന്നെയായിരുന്നു, ഇരുന്നേ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും മാഡത്തിൻ്റെ അനിയത്തിയൊക്കെ. അവർക്കറിയാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുള്ളത് ബീച്ചിലൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും വിവരങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ കൂടുതൽ